നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ യേശുവിന് തോന്നണം നമ്മൾ ആരാധിക്കണമെന്ന്. അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയും അങ്ങനെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്നും നമ്മൾ പ്രാർത്ഥനയിലാണെന്നുവെന്നും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും ദൈവത്തിന് തോന്നണം. കാരണം പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുന്നത്. ഭാഗികമാകുമ്പോൾ പല വിചാരമെന്ന് പറയും. പല വിചാരം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ വില്ലനെന്ന് പറയുന്നത് പല വിചാരമാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നാളെയാണല്ലോ ആ ഡേറ്റ് എന്ന് പറയും. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്നതിന് ഇടയ്ക്ക് പറയും ദൈവമേ നാളെയാണല്ലോ ലാസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് നാളെയാണല്ലോ എന്ന് പറയും. ഇതിനെ കൗണ്ടറാക്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ തലയെ പ്രാർത്ഥിച്ചിട്ട്, ഇപ്പം നമ്മൾ തലയെ കൈവച്ചതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ തലയെ കൈവച്ച് എപ്പോഴും സംരക്ഷണ പ്രാർത്ഥന ചെല്ലണം. സംരക്ഷണ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. സംരക്ഷണ പ്രാർത്ഥന എപ്പോഴും തലയിൽ സമയത്ത് കൈവച്ച് സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവം കുറച്ച് കഴിയുമ്പോൾ നീ ഇത് സീരിയസാണ്, ജോസഫച്ചൻ പറഞ്ഞതുകൊണ്ടാണ് നീ ചെല്ലണമെന്ന് ഈ ആഴ്ചയിൽ വിചാരിക്കത്തുള്ളൂ. ഈ ആഴ്ച 2-3 ആഴ്ച കഴിഞ്ഞും പിന്നെയും തലേ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും നീ തന്നെ ചിന്തിച്ചിട്ടാണ് തലേ കൈ വെക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്ലസ് തരും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്. ഭയങ്കര ദൈവത്തോടെ ജീവിക്കണത് എളുപ്പമാണ്, പാടുവാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നിന്നെ ഞാൻ The word of God. മർക്കോസ് 12:30. മർക്കോസ് 12:30. നീ നിന്റെ ദൈവമായ കർത്താവിനെ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പോൾ ഈ സ്നേഹത്തിന്റെ ബഹിസ്ഫുരണമായിട്ട് എക്സ്പ്രഷൻസ് ആയിട്ടാണ് പ്രെയർ വരുന്നത്. കാര്യം സ്നേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ട് എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന വിശ്വാസത്തിൽ നിന്നുണ്ടാകാം, പ്രത്യാശയിൽ നിന്നുണ്ടാകാം. പക്ഷേ ദൈവം അവിടെ കുറിച്ച് വെക്കുന്നത് സ്നേഹത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരത്തില്ലല്ലോ. പക്ഷെ സ്നേഹത്തിലാണ് വന്നിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തിലല്ല. വസ്തുവിനോട് സ്നേഹമുണ്ട്, അത് വിറ്റ് മകളോട് സ്നേഹമുണ്ട്. എന്താണ്? അവളെ കെട്ടിക്കണമെങ്കിൽ വസ്തു വിൽക്കണം, അതിനാണ് വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിനറിയാം, അതാണ് കുഴപ്പം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം വിഷയത്തോടും വിശ്വാസം ദൈവത്തോടുമായിട്ടാണ് ഇപ്പോൾ മറിഞ്ഞു കിടക്കേണ്ട ഈ സംഭവം. അതൊന്ന് തിരിച്ചിടണം. എന്ത് ചെയ്യണം? ഇവിടെ വരുമ്പോൾ സ്നേഹം ദൈവത്തോടായിരിക്കണം. ഇപ്പം സ്നേഹം എന്താണ്? ഒരു കുഞ്ഞുണ്ടായി, എത്ര പേർക്ക് കുഞ്ഞുണ്ട് കർത്താവ്, എനിക്ക് മാത്രം കുഞ്ഞില്ലെന്ന് പറയും. ഇതല്ലേ ഈ ആവരാതിയല്ലേ പറയണത് മക്കളില്ലാത്തവർ. ഈ ടിജിയുടെ ഒരു സാക്ഷ്യത്തിൽ എന്താ പറയണമെന്ന് അറിയാമോ? ടിജി എന്ന് പറയണത് ടിജിയുടെ ഭർത്താവ് ജസ്റ്റോട് അനിയൻ സംസാരിക്കത്തില്ല. ജസ്റ്റോട് അനിയൻ സംസാരിക്കത്തില്ല. ആ അനിയൻ്റെ വൈഫിനെ അവർ സംസാരിക്കാത്ത കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയും സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. കേൾക്കാനും പാടില്ല. അത് ഈ ടിജിയുടെ അനിയന്, ഭർത്താവിൻ്റെ അനിയന് സംസാരിക്കാനും പാടില്ല, കേൾക്കാനും പാടില്ല. അതുപോലെ തന്നെ ജീവിത അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുപോലെ ഒരാളാണ്. അതുങ്ങൾക്ക് രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. എന്ത് സങ്കടമാണ്. ഇപ്പോൾ എന്താ പ്രശ്നിക്കുന്നത്? 8 കൊല്ലമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളും ഇല്ല. അപ്പോൾ ടിജിയും ഹസ്ബൻഡും വിചാരിച്ച് ഒന്നാമത്തെ അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് സങ്കടമാണ്.
പിന്നെ ഒരു കുഞ്ഞെങ്കിലും കിട്ടിയെങ്കിൽ അവരതിൻ്റെ സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോടത് കൺവേ ചെയ്യാൻ പറ്റണില്ല. കാര്യം ഈ 8 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോഴാണ് പിന്നെ ഇവർ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അങ്ങനെ ടിജി ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം കേട്ട് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോൾ അവളുടെ നിയോഗത്തിൽ അവൾ പറഞ്ഞു, എൻ്റെ അനിയത്തിക്ക് കുഞ്ഞുങ്ങൾ വേണം കർത്താവ് എന്ന് പറഞ്ഞു. അവൾക്കതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാമല്ലോ, പക്ഷേ അവർക്ക് കേൾക്കാനും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആര്? ടിജിയുടെ അനിയത്തിക്ക് അറിയത്തില്ല, ഭർത്താവിനും അറിയത്തില്ല. അവരെ ഉടമ്പടി പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്ത്, ടിജി ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് അവളുടെ വയറ്റിൽ അടിവയറ്റി കുറിച്ചിട്ട് ഇടച്ചൻ പറഞ്ഞു, ഈശോ ഞാനീ കുറിച്ചിട്ട് എന്താണെന്ന് അറിയാമോ, അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയും. ഇത് കമ്മ്യൂണിക്കേഷൻ പണ പോക്ക് കണ്ടില്ലേ? അങ്ങനെ ഇവർ ഉടമ്പടി തൈലം എല്ലാ ദിവസവും കുറിച്ച് വരക്കും. അവളുടെ വയറെല്ലാം കൊണ്ട് കുറിച്ചിട്ട് കൊടുക്കും. ഇവളുടെ വയറെല്ലാം കുറിച്ച് വരച്ചിട്ട് അത് അവളുടെ വിശ്വാസപ്രമാണം ചെല്ലിയാണ്. പക്ഷെ അവളുടെ വിശ്വാസപ്രമാണം ചെല്ലാൻ അവൾക്ക് അറിയത്തില്ല, സംസാരിക്കത്തില്ല, വിശ്വാസപ്രമാണം അറിയത്തുമില്ല. അതുകൊണ്ട് ആക്ടിവേഷനൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്യും, അവളുടെ വയറ്റെ കുറിച്ചിട്ട് വെച്ചും അതുപോലെ തന്നെ അനിയത്തിൻ്റെ വയറെല്ലാം കൊണ്ടൊരു കുറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ഒരു ദിവസം അവരുടെ വീട്ടിൽ മാതാവ് വന്ന് ഈ ഒക്ടോബർ മാസം, അപ്പോൾ അവർ ഉടമ്പടി ജീവിക്കുകയും. അപ്പോൾ ഉടമ്പടി ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടിക്കാർക്ക് ഒക്ടോബറും മെയ്യും പ്രധാനപ്പെട്ട മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് കർത്താവ് ഒരു ദിവസം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കും അച്ഛൻ പറഞ്ഞു ഒക്ടോബറും മെയ്യും, അപ്പം പിന്നെ മറ്റു മാസങ്ങളെല്ലാം എന്ത് ചെയ്യും? എല്ലാ മാസവും ദൈവാനുഗ്രഹം ഉണ്ടാകും. പക്ഷേ ഇത് പ്രത്യേക ഒരു നല്ലൊരു മാസമാണ്. മാതാവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമുള്ള മാസമായിട്ടാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ആൾക്കാരോട് പറയും, കൃപാസനത്തിൽ എപ്പോഴും നല്ല വലിയ സംഭവം നടക്കുന്നത് മെയ് മാസത്തിലും ഒക്ടോബർ മാസത്തിലുമാണ്. പക്ഷെ വേറൊരു മാസം കൂടിയുണ്ട്, ആ മാസത്തിൽ കൂടി ഞാൻ പറയത്തില്ല. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. എന്താ അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നറിയാമോ, ഇവള് ഒക്ടോബർ മാസത്തിൽ ഉടമ്പടി എടുത്തിട്ട് അവൾ കൊണ്ടുപോയി ഈ തൈലം തേക്കും. അപ്പോൾ എന്നിട്ട് അമ്മയോട് പറയാം, അമ്മേ ഞാൻ നിൻ്റെ മാസത്തിലാണ് ഞാൻ തൈലം തേച്ചിരിക്കുന്നത്, അവൾക്ക് കുഞ്ഞ് ജനിക്കണമെങ്കിൽ അത് അമ്മ തന്നതാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇപ്പം ഭയങ്കര ഡയലോഗ് രസമാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും ഇതുപോലെ ദൈവത്തോട് സംസാരിക്കണം മക്കളെ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വൃത്തിയും മെനയോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സംസാരിക്കുന്ന ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അമ്മ അതെല്ലാം കേൾക്കുകയും ചെയ്യും. ഇപ്പം എന്നാ പറ്റുമെന്ന് ഒരു ദിവസം അവിടെ വീട്ടിൽ അതുപോലെ ഒക്ടോബർ മാസം ഉടമ്പടി എടുത്ത് ഒരു ദിവസം അവിടെ കൊന്ത മാസം അവിടെ വീട്ടിൽ മാതാവ് വന്ന്, ഇടവകയിലൊക്കെ മാതാവിനെ കൊണ്ടുപോകത്തില്ലേ, ഒരു മാസത്തേക്ക് വെക്കത്തില്ല ഒരു വീട്ടിൽ. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, മാതാവ് തിരിച്ചു പോകാൻ നേരത്ത് അമ്മായിയമ്മ പറഞ്ഞ്, നിൻ്റെ വയറ്റിൽ ഇത് തേച്ചിരിക്കണമല്ലേ, മാതാവിനെ നീ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. മാതാവിന് ഇവളെടുത്ത് കൊടുക്കുകയും പെട്ടെന്ന് കറണ്ടടിച്ച് രൂപത്തെ ഒന്ന് ശക്തി അടിച്ച്. അപ്പോൾ ഉടനെ ഇങ്ങനെ അവൾ പറഞ്ഞു, ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മറ്റവർക്ക് കാര്യം അവരോട് ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ അവൾ പ്രഗ്നൻ്റായി. മനസ്സിലായില്ലേ? ഇത് നമ്മളവർക്ക് ഇതൊന്ന് കേട്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ദൈവം അങ്ങനെ ജീവിക്കുക, ദൈവം ഇങ്ങനെ കൂടങ്ങ് ജീവിക്കുക. നമ്മളൊന്ന് ഒരു മിനിമം ഒരു സത്യസന്ധത കാണിച്ചാൽ മതി. നമ്മളിതൊരു അലംഭാവത്തോടെ കണ്ടിട്ടാണ് ദൈവത്തിന് ദൈവത്തിന് ഭയങ്കര സങ്കടമാണ് നമ്മുടെ ഉടമ്പടിയെ. കാര്യം ദൈവത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഈ സത്യക്കേടുള്ള സ്ഥലത്ത് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഈ ഊട്ട കൊണ്ട് കണ്ണടച്ച് ഇരുട്ട് കൊണ്ട് ഊട്ട അടക്കുകയും ചെയ്ത് ഉടമ്പടി ഒപ്പിക്കത്തില്ലേ. അങ്ങനെ ഒപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും ദൈവത്തിന്. കാരണം നമ്മുടെ സത്യക്കേടുണ്ടല്ലോ, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇന്നലെ ഞാൻ കുറേ പേരെ പറഞ്ഞു വിട്ട്, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വല്യമ്മ എനിക്ക് ഒരു ജപ്തിയാണെന്നും പറഞ്ഞ് അവിടെ നിന്നൊരു ചീട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത്, ഞാനിപ്പോൾ ഇവിടെ വന്നാൽ ഇപ്പോൾ അവിടുന്ന് ചീട്ട് കിട്ടിയാലും ഞാനിവിടെ ചെക്ക് ചെയ്യും.
ഫ്രോഡുകൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ ആളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. കാര്യം ഉടമ്പടിയാണ്, അത് സത്യസന്ധമായിരിക്കണം. സത്യത്തിലല്ലാത്ത ആൾക്കാരെ കയറരുത്. അപ്പം അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് 23 ഉടമ്പടിയാൻ പറ്റിയാണ്. ഇവർക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുവന്ന് പുതുക്കുകയാണ്. ഇവർക്ക് ഉടമ്പടി ഇല്ലവർ. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുവന്ന് പുതുക്കിയിട്ട് അവരുടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ജെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്, ജപ്തി. പക്ഷേ ഈ ചേട്ടത്തി എൻ്റെ തരണം എന്താണ്? പാസ്പോർട്ട് പോരെ. അവിടെ ജപ്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തരണത് മകൻ്റെ പാസ്പോർട്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് ഒക്കണില്ല തമ്മിൽ. ഞാൻ ചേട്ടത്തി ഇത് കൂട്ടിയാൽ കൂടത്തില്ല. കാര്യം നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ കൂട്ടിയാലും കൂടത്തില്ല. അതുകൊണ്ട് വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. മര്യാദക്ക് ഉടമ്പടി കറക്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അതായത് സീരിയസ് വിഷയമാണ്. ഈ സമയത്ത് എന്നെ അൾത്താരയിലേക്ക് വിളിച്ചു. ഞാൻ അവിടെ കയറി ചെന്നു. അവിടെ ഞാൻ പൊട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുമായിരുന്നു വാവിട്ട്. അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കവളത്തൊരു തട്ട് തട്ടിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി സാക്ഷ്യം പറയാനും മനസ്സ് വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്ന് എൻ്റെയും ജീവിത പങ്കാളിയുടെയും തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, വിഷമിക്കാതെ പോയിക്കോ, അമ്മയെ കൂട്ടിയോ ഞാൻ വിടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ MRI ചെയ്തു. MRI ചെയ്തപ്പോൾ അതിനകത്തുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ബ്രെയിനിൻ്റെ പുറകിലത്തെ അറ്റം ഏകദേശം 0.5 mm അത്രയും ഇതിൽ അവൻ്റെ നട്ടെല്ലിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിലെ കോളത്തിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ജന്മനാ ഉള്ളതാണത്. അപ്പോൾ അത് മാറണമെങ്കിൽ കഴുത്തിൻ്റെ മുകളിലായിട്ടുള്ള ആ തലയോടിൻ്റെ ആ ഭാഗം 2 എല്ല് പൊട്ടിച്ചു മാറ്റി അവിടെ ഒരു നെറ്റ് പോലെ ഒരു സംഭവം വെച്ച് സ്റ്റിച്ച് ചെയ്യണം. 1.5 വർഷത്തോളം റെസ്റ്റ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞു. ഞങ്ങൾ വേറൊരു ന്യൂറോളജിസ്റ്റിനെ കൂടെ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷമാണ് ഞങ്ങൾ അച്ഛനെ പോയി കണ്ടത്. അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ പുരട്ടി, രാത്രി ഉടമ്പടി തൈലം പുരട്ടി. ഞാൻ പലപ്പോഴും കൃപാസന പത്രം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഉടമ്പടി തൈലം ഉടനടി പരിഹാരം എന്നൊക്കെ പറയുമ്പോൾ ആരോടും വാതുറന്ന് കുറ്റം പറഞ്ഞില്ലെങ്കിലും ഒരു പരിഹാസഭാവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പുരട്ടി പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് അമ്മയോട് പറഞ്ഞ് പുരട്ടി. ശരിക്കും എൻ്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റത്തക്ക വിധത്തിലുള്ള പ്രകടമായ വ്യത്യാസം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തൊട്ട് എൻ്റെ കുഞ്ഞിൽ ഞാൻ കണ്ടു തുടങ്ങി. അവൻ എഴുന്നേറ്റ് വരാനും ഭക്ഷണം കഴിക്കാനും കഴുത്ത് തിരിക്കാനും എല്ലാം തുടങ്ങി. അങ്ങനെ മാസങ്ങൾ. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഹോമിയോയിലേക്ക് പതിയെ നീങ്ങിയായിരുന്നു. അവിടുത്തെ മരുന്ന് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞു 9 മാസം മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു മെഡിസിൻ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞതുപോലെ തന്നെ കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. യാതൊരു കുഴപ്പവും ഇല്ലാത്ത വിധത്തിൽ ക്ലാസ്സിൽ പോകാനും എല്ലാ കാര്യങ്ങളും തുടങ്ങി. ഇപ്പോൾ 5 മാസമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സാക്ഷ്യപ്പെടുത്തണം. അപ്പോൾ അതിനു വേണ്ടി എനിക്കത് MRI ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ MRI ചെയ്തു. അതിൻ്റെ ആ റിസൾട്ടിൽ പറയുന്നത് ആ MRI കഴിഞ്ഞ ശനിയാഴ്ച ചെയ്തു. ആ ശനിയാഴ്ച MRI ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കുഞ്ഞിനോട് ആദ്യം തന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ നീ സഞ്ചാരിയല്ലേ, നീ ആദ്യം പോയി എല്ലാ സംവിധാനങ്ങളെയും ക്രമപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പോകാൻ നേരത്ത് ഇറങ്ങാൻ നേരത്ത് MRI ചെയ്യുന്ന സമയത്ത് മെറ്റലൊന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ. കാശ് രൂപം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കൃപാസനം പത്രം എടുത്ത് ഞാൻ എൻ്റെ മോൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ദൈവസ്നേഹത്താൽ നിറഞ്ഞാണ് അച്ഛനത് വെഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്. ആ ദൈവസ്നേഹത്താൽ നിറഞ്ഞ അച്ഛൻ്റെ അപ്പസ്തോലിക അധികാരത്തിലുള്ള വെഞ്ചരിപ്പിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് അവനത് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി. എൻ്റെ തന്നെയാണെന്ന് പറഞ്ഞാൽ സ്കാനിങ് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ ശുശ്രൂഷയുടെ അന്നാണ് റിസൾട്ട് കിട്ടുന്നത്. ഞാനന്ന് ഇവിടെയാണ്. ആ സമയത്ത് എൻ്റെ ആങ്ങളെയാണ് റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയത്. ഞാൻ ഇവിടെ ഇരുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ റിസൾട്ട് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു, എൻ്റെ കുഞ്ഞിന് സുഖപ്പെട്ടു എന്ന് ഞാൻ കാണുന്നവരോടും കേൾക്കുന്നവരോടും ഞാൻ പറയുന്നുണ്ട്. അവൻ അസുഖം മാറിയില്ലെങ്കിൽ അത് തരണം ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷേ നീയും നിൻ്റെ തിരുക്കുമാരനും അപമാനിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആ റിസൾട്ട് നിങ്ങൾ വാങ്ങിച്ചു വേണം എൻ്റെ ആങ്ങളയുടെ കയ്യിൽ കൊടുത്തു വിടാനെന്ന് ഞാൻ ആ സമയത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ തന്നെയാണെങ്കിലും റിസൾട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ റിസൾട്ട് വാങ്ങി നോക്കുമ്പോൾ അതിനകത്ത് അസാധാരണമായ യാതൊന്നുമില്ല. ജന്മനാ ഉള്ള യാതൊരു കംപ്ലൈൻറ്റും അതിൽ പറയുന്നില്ല. അതിനു മുമ്പുള്ള റിസൾട്ടും. രണ്ടാമത്തെ എൻ്റെ നിയോഗം, ഞങ്ങൾക്ക് 40 വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് തർക്കമായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. അതിനു മുമ്പ് 2 ഭാഗത്തു നിന്നും പടയും പട്ടാളവുമായിട്ട് ആ മൂല സത്യം പറഞ്ഞാൽ ഒഴിച്ചിട്ടേക്കുമായിരുന്നു. 2 ആഴ്ച മുമ്പുള്ള ഒരു ശനിയാഴ്ച ഇതുപോലെ തന്നെ എനിക്ക് ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ വലിയ സങ്കടം തോന്നി.
ഞാൻ പറഞ്ഞു, മാതാവേ മഴ പിടിക്കാൻ പോകുന്നു, ഈ കാര്യത്തിലൊരു പരിഹാരമൊന്നും ഇല്ലേ നിൻ്റെ കയ്യിലെന്ന് ഞാൻ ചോദിച്ചു. രാവിലെ 6 മണിക്കാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. എന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പോൾ ആ വീട്ടുകാരുമൊക്കെ ഉച്ചമയക്കത്തിന് കയറുന്ന നേരത്ത് എൻ്റെ ഈ കാശ് രൂപമായിട്ട് പോയി വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മേനെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ കാര്യത്തിലൊരു നടപടി എടുക്കാനായിട്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ അയലക്കത്തെ വീട്ടിലെ ചേച്ചി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ജാസ്മിൻ നാളെ അവിടുത്തെ വേലി പൊളിക്കുവാണ്, അവിടെ നമുക്ക് മതിൽ കെട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. അതിന് പിറ്റേ ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവിടോട്ട് ഞാൻ ആരെയും വിടില്ല, നീ അവിടെ നിന്നോണം, കാര്യങ്ങൾ സത്യവും നീതിയും അനുസരിച്ച് ക്രമപ്പെടുത്തിയേക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അവർ യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് അവർ വേലി പൊളിച്ചു. അതിനുശേഷം ഫൗണ്ടേഷൻ കെട്ടാൻ നേരത്ത് ആ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും കാണണ്ട, ചേച്ചി സത്യവും നീതിയും അനുസരിച്ച് അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല ജാസ്മി പറഞ്ഞു കൊടുക്കണം, ഇവരെങ്ങനെ കെട്ടണമെന്നുള്ള കാര്യം ജാസ്മി പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ അവർ നിർത്തിയ പണിക്കാർ ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരതനുസരിച്ച് ഇന്നിപ്പോൾ ഫൗണ്ടേഷൻ കെട്ടി തീർന്നു. അതിൻ്റെ പണി മിക്കവാറും നാളെയോടുകൂടെ തുടങ്ങും. അങ്ങനെ ആ ഒരു കാര്യവും പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു. അതുപോലെ തന്നെ എൻ്റെ വീട് മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ അതും ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിലുണ്ടായിരുന്നു, അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ കുഞ്ഞ് പ്ലസ് പോളിടെക്നിക്കിന് പഠിക്കുന്ന പ്രാക്ടിക്കൽ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരിക്കൽ ആദ്യത്തെ പ്രാക്ടിക്കൽ എക്സാമിന് പോകാൻ നേരത്ത് ഞാൻ അവൻ്റെ കയ്യിൽ കാശ് രൂപം കൊടുത്തപ്പോൾ അവൻ മമ്മി നേരമില്ല ബസ് പോകും എന്ന് പറഞ്ഞ് അവൻ ധൃതി പിടിച്ചു. ഈ സമയത്ത് ഞാൻ പറഞ്ഞു, ഇല്ല ഈ കാശ് രൂപം നിൻ്റെ കയ്യിലിരിക്കണമെന്ന് അത് ഉള്ളിൽ പിൻ ചെയ്ത് കൊടുത്തു വിട്ടു. എക്സാമിന് ടൈമായപ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ ഒന്നും അവന് ചെയ്യാനറിയാം, പക്ഷേ എന്തൊക്കെയോ അവൻ ചെയ്തു വെച്ചു. ചെയ്തതിന് അവന് A ഗ്രേഡ് കിട്ടി. അതിനുശേഷം വൈവ ടെസ്റ്റിൻ്റെ സമയത്ത് 46 പിള്ളേരോളം കഴിഞ്ഞിട്ട് ആരും കറക്റ്റ് ആൻസർ പറഞ്ഞില്ല. ഇവൻ കയറി ചെന്നു, ഇവൻ പറയാൻ ഉദ്ദേശിച്ച ആൻസർ തെറ്റാണ്, പക്ഷേ ഇവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് കറക്റ്റ് ആൻസർ ആയിരുന്നു. അപ്പോൾ ആ സാർമാർ പറഞ്ഞു, 46 പേര് കഴിഞ്ഞിട്ട് ആരും ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞില്ലല്ലോ, ഇവൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. പുറത്തിറങ്ങി വന്ന് ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് ഈ കാശ് രൂപം എൻ്റെ കയ്യിൽ ഉടക്കിയത്. അപ്പോൾ തൊട്ട് അവന് പതിയെ അതിലേക്കൊരു ആലോചനയും കാര്യങ്ങളും വന്ന് വീട്ടിൽ വന്ന് ഞങ്ങൾ കുടുംബം വെച്ച് വൈകുന്നേരം അല്പസമയം സംസാരിച്ചിരിക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് പറഞ്ഞു എന്തോ ഒരു ശക്തി അതിലുണ്ടെന്ന് മറ്റു പിള്ളേരോട് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ടുള്ള എല്ലാ പ്രാക്ടിക്കൽ എക്സാമിനും അവൻ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി എടുത്ത് പിൻ ചെയ്ത് പോകും. എല്ലാ പ്രാക്ടിക്കൽ എക്സാമിനും A ഗ്രേഡോട് കൂടി അവന് പാസ്സാകാൻ പറ്റി. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദി. അമ്മേ സ്തുതി, യേശുവേ സ്തുതി. എൻ്റെ പേര് ചെറിയാൻ തോമസ്. ഐ എം കമ്മിങ് ഫ്രം മുംബൈ. ഐ എം ബോൺ ബോട്ടപ്പ് ഫ്രം മുംബൈ. സോ മലയാളം കുറച്ച് പ്രോബ്ലമായി, അപ്പോൾ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ബോംബെ വന്ന് എൻ്റെ സാക്ഷി പറയാൻ വന്ന 6 വിഷയങ്ങൾ വെച്ച് അതിന് 3 വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ഗിവ് മൈ ടെസ്റ്റിമണി അബൌട്ട് മൈസെൽഫ്. ബോംബെ ജനിച്ചും വളർന്ന് 5 പേരാണ് ഞങ്ങൾ ബ്രദേഴ്സ്. അമ്മ അച്ഛനിപ്പോഴും ഉണ്ട്. ഫാമിലിയായി 2 മക്കളുണ്ട്, 2 ഡോട്ടേഴ്സ്. മൂത്തോൾ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം ഇസ് ദയർ ഫോർ ടിൽ നെക്സ്റ്റ് മന്ത് ഓൺ 3rd. ഇളമകൾ ഇപ്പോൾ 9th വി ആർ എ ഗുഡ് ഫാമിലി ആൻഡ് ഹാപ്പി ഫാമിലി ലിവിങ് ഫ്രം ലാസ്റ്റ് 1 year. നല്ല സ്വന്തം വീടും ഫ്ലാറ്റും ബിസിനസ്സും ചിട്ടി ഫണ്ടും ഫൈനാൻസും വണ്ടിയും കാറും ഗോൾഡൊക്കെ ഉള്ളവരായിരുന്നു. പക്ഷെ കഴിഞ്ഞ 1 വർഷമായപ്പോൾ എല്ലാം പൊളിഞ്ഞ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുക, അത്രയ്ക്ക് അവസ്ഥയായിപ്പോയി. പലരുടെ ചിറ്റ് ഫണ്ട് പൈസ കിട്ടാനുണ്ട്, കിട്ടാതെ വന്നപ്പം കൈ കൊണ്ട് കൊടുക്കാവുള്ളവർക്ക് കൊടുക്കാൻ വയ്യ. സ്വർണ്ണങ്ങൾ പോയി, വീട് പോയി, എല്ലാം പോയി. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുക, വാടക പോലും കൊടുക്കാനുള്ള നിവൃത്തിയില്ല. എൻ്റെ ഈ വൈഫ് സ്ഥിരം ബ്ലെസ്സിങ് ടുഡേ, ജീസസ് ഇൻ ലൈഫ് ഈ പ്രോഗ്രാംസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. She is more believing in the God and more trusty from me. She always pray, always keep on praying for everybody. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ യൂട്യൂബിൽ നിന്ന് കൃപാസനം മറിയത്തിൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ കൃപാസനം മറിയത്തിൻ്റെ പ്രോഗ്രാമുണ്ട്, ധ്യാനം കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വിൽ സി. 2-3 പ്രാവശ്യം ഐ അവോയ്ഡ് ദറ്റ് പ്രോബ്ലം. ദെൻ അഗെയിൻ ഐ ടോൾഡ് ഓക്കെ വൺ ഡേ എന്തായാലും വെറുതെ ഇരിക്കുക, ജോലിയില്ല ഒന്നുമില്ല, 5-6 മാസമായിട്ടെന്ന് കേൾക്കാമെന്ന് വെച്ചു. അങ്ങനെ ഈ പ്രാർത്ഥന ധ്യാനം ഇട്ടപ്പോഴത്തേക്ക് പ്രസംഗമൊക്കെ കേട്ടപ്പോഴത്തേക്ക് അച്ഛൻ്റെ പ്രസംഗവും പ്രാർത്ഥനയും ആൾക്കാരുടെ സാക്ഷികളും കൈകൊട്ടുകളൊക്കെ വിശ്വാസം കണ്ടപ്പോൾ ഇറ്റ് റിയലി ടച്ച് മീ. ഐ ഫീൽ വാട്ട് ഈസ് ദിസ് റിയലി എ മിറക്കൽ. സോ ഞാൻ ആ പ്രാർത്ഥന സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ചേട്ടാ പോയി ഉടമ്പടി എടുക്ക്, എല്ലാവരുടെ കാര്യങ്ങൾ ദൈവം നടത്തുന്നുണ്ട്, അമ്മ നടത്തുന്നുണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങളും മാറ്റിത്തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഇങ്ങനെ നീട്ടി പക്ഷേ പോയി ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വണ്ടിക്കൂലി വേണ്ടേ? ഐ ഡോണ്ട് ഹാവ് മണി ടു ട്രാവൽ ഓൾസോ, ഹൗ ക്യാൻ ഐ കം?
ഐ കനോട്ട് ബോറോ വിത്ത് എനിബഡി ബിക്കോസ് ഓൾറെഡി കോടികളുടെ കടങ്ങൾ എൻ്റെ മുഖത്തുണ്ടെങ്കിൽ ഇനി ആരോട് പോയി ചോദിക്കാനാണ്? സ്വന്തം അനിയന്മാർ പോലും പൈസ കൊടുക്കാൻ തയ്യാറല്ല. ആരോട് ചോദിക്കും? ഞാൻ പറഞ്ഞു ശരി പോവാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി. കാരണം ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ പറഞ്ഞ് വൈഫിനും കുട്ടികൾക്ക് പ്രോബ്ലം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ നീട്ടിപ്പോയി. ഞാൻ ഒരു ദിവസം രാത്രി ഇരുന്ന് ദൈവത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെയും നാട്ടിൽ പോകാനും ഉടമ്പടി എടുക്കാനും പ്രാർത്ഥിക്കാനും സ്തുതിപ്പാനും എനിക്കുള്ള അവസരം ഉണ്ടാക്കിത്ത. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ സിസ്റ്ററിൻലോ പെട്ടെന്ന് കുറച്ച് പൈസ കൊടുത്ത് എൻ്റെ വൈഫിനെ സഹായിച്ച് ആ പൈസ എടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന്. ഇവിടെ വന്ന് January 23rd I am coming first time in Kribasanam in this holy place. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന് ഒക്കത്തില്ല, ഇന്ന് ധ്യാന പ്രാർത്ഥന, നാളെ നിങ്ങൾക്ക് വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ എൻ്റെ ടിക്കറ്റാണല്ലോ. ഐ ജസ്റ്റ് കെയിം ഫോർ 1 day. ഐ തോട്ട് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചങ്ങ് പിറ്റേ ദിവസം പോകാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ശരി ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. ആ മൊത്തം ധ്യാനം കൂടി 23-ാം തീയതി ധ്യാനം കൂടി. നെക്സ്റ്റ് ഡേ ഞാൻ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തു, കൗൺസിലിംഗ് ഒക്കെ ചെയ്തു, പിന്നെ വിശ്വാസ പ്രമാണം ക്യാൻഡലും എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയി ഐ ഷെയർ എവറിത്തിങ് ടു മൈ വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രാർത്ഥന ലൈവായിട്ട് അച്ഛനെ കണ്ടു, ആൾക്കാരെ കണ്ടു, കൗൺസിലിംഗ് ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്തു. ദേ ആർ ഓൾസോ ഹാപ്പി. ചലോ എൻ്റെ പപ്പ പോയിട്ട് വന്നല്ലോ, ഇനി ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും, ഒരു വിശ്വാസം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മോസ്റ്റ്ലി ചായ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പക്കട് തെന്നി മൊത്തം ചായ എൻ്റെ മേത്തോട്ട് വീണു. ഇതെൻ്റെ ഉടമ്പടി വിഷയമല്ല, ദിസ് ഇസ് പാർട്ട് ഓഫ് ഔട്ട്. ഇത് വിഷയമില്ലാത്ത ചായ മുഖത്തോട്ട് വീണ് ഒരു 5 minutes എനിക്ക് ഇരിക്കാൻ വയ്യ, അത്രയ്ക്ക് പൊള്ളിച്ചിലായിരുന്നു. എന്ത് ചെയ്യാനും അറിയാൻ വയ്യാതിരുന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ആ ഉടമ്പടി തൈലമൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് പരട്ടാൻ പറഞ്ഞു. ഞാനത് എന്നാ വിശ്വാസ പ്രമാണം എടുത്ത് മൊത്തം പരട്ടി. വിത്തിൻ എ സെക്കൻഡ് ആ പൊള്ളിച്ചിലും ആ വേദനകളെല്ലാം മാറി. ഐ ജസ്റ്റ് ഫീലിംഗ് കൂൾ. തണുപ്പായി ആ തണുപ്പായി. ആ 15 days എൻ്റെ മേത്ത ശരീരത്തിലെ പൊള്ളിച്ചിലും ബ്ലീഡിങ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വേദനയില്ല, ഒന്നില്ല. ഐ ഡസൻ ഫീൽ ദാറ്റ് എനിക്ക് അങ്ങനെ വല്ല പൊള്ളിട്ടുണ്ടോ വേദന ഉണ്ടോ എന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ നെക്സ്റ്റ് മന്ത് വീണ്ടും ഇങ്ങോട്ട് വരണ്ടേ ഉടമ്പടി ധ്യാനം കൂടാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ യൂട്യൂബിനും പ്രസംഗങ്ങളും പിന്നെ ഈ ഷാലോം TV മൺഡേ ആൻഡ് ഫ്രൈഡേ പ്രോഗ്രാമൊക്കെ ഇരുന്ന് കാണും. ഒരു ജോലിയൊന്നുമില്ല, വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ നല്ലൊരു ജോലി തരണേ, എൻ്റെ കടബാധ തീർത്തരണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി. എൻ്റെ വൈഫിന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു കഴിഞ്ഞ 1 വർഷം തൊട്ട്. അപ്പോൾ ബ്ലീഡിങ്ങിന് വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോകണം നീട്ടിക്കൊണ്ടുപോയി. കാരണം ഇന്നാട്ടെ നാളെ ആട്ടെ, കാരണം ഈ കടങ്ങളുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, ഈ കടക്കാരുടെ ശല്യവും കടങ്ങളും ഇതുള്ളതുകൊണ്ട് ഒന്നും മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. ഹൗ ഐ ക്യാൻ ഡു ഇറ്റ്. പകൽ ഇറങ്ങി പോകുമ്പോൾ ആൾക്കാരുടെ ഫോണ് ശല്യം, രാത്രി 12 മണി 1 മണിയാകുമ്പോൾ ഉറങ്ങാൻ ഒക്കത്തില്ല ഈ ശല്യം കാരണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബ്ലീഡിങ് ഉണ്ട്. അവളും അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും പറയാതെ ഇങ്ങനെ സഹിച്ച് നിന്നു. 6 മാസം കഴിഞ്ഞ് ഇങ്ങനെ തന്നെ. പിന്നെ പോകാനുള്ള പൈസയില്ല, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ഐ ഡോണ്ട് ഹാവ് മണി. ദോഫൻ ഹൗ കൻ ഐ ഗോ ദാറ്റ്. ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു. ദിസ് വാസ് ഓൾ ബിഫോർ മൈ ഉടമ്പടി. ആഫ്റ്റർ ജാനുവരി ബിക്കോസ് ദിസ് പാസ്റ്റ് 1 year, നൗ ദിസ് ഇസ് 6 months. സോ ഉടമ്പടി എടുത്ത് എന്നെ വരട്ടി സൗഖ്യമായി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ പത്രം എടുത്ത് മെത്തയുടെ അടിയിലും വിവരിച്ചും എൻ്റെ വൈഫിനെ എന്നെയൊക്കെ പുരട്ടി കൊടുത്ത്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാവും, വലിയ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ, കുറച്ച് സമയം വൈകിയാലും ആവും എന്ന് പറഞ്ഞു. അത് ചെയ്ത് ലാസ്റ്റ് മന്ത് ആയപ്പോഴത്തേക്ക് ആ ബ്ലീഡിങ്ങിൻ്റെ രോഗങ്ങൾ പൂർണ്ണമായി മാറില്ല, ബട്ട് ഒത്തിരിയൊക്കെ കുറവുണ്ട്. നൗ ഷി ഡസൻ ഫീൽ ഓൾസോ. ബട്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അടുത്ത മാസം ഞാൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സാക്ഷി പറഞ്ഞ് മൊത്തത്തോട് തീർക്കാം. ഐ ബിലീവ് ദാറ്റ്. ജോലിക്ക് വേണ്ടി പല സാക്ഷികൾക്ക് വേണ്ടി ഞാൻ കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ പക്ഷേ ജോലി കിട്ടാറില്ല. ലിങ്കിൻ ആയി, ഗൂഗിൾസ് ആയി, ഫ്രണ്ട് സർക്കിളായി, വലിയ കമ്പനിയിലൊക്കെ ഉള്ളപ്പം അവർ പറയുന്നത് യു ഡു ബിസിനസ് ഫോർ മീ, യു ഡു കൺസൾട്ടൻറ്റ് ഫോർ മീ, യു വർക്ക് ഫോർ മീ ഇൻ എ കമ്മീഷൻ ബേസ്, ബട്ട് ഡോണ്ട് വർക്ക് ഫോർ മീ. But everybody tell me for do a business. I was working 9 years for an American company as a development manager in a toys category. So I was in Dubai 12 years. I worked for Indian market 15 years. So age problem, because I am above 50 now. So nobody is willing to give me a job. They want me to work as a consultant on commission base, which I am not willing to do that. അത് നീട്ടി കൊണ്ടുപോയി അവസാനം ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ ജോലിയോ കിട്ടുന്നില്ല,
എന്നാൽ ബിസിനസ്സെങ്കിലും ചെയ്തു തരാം, എന്തെങ്കിലും വഴി ഒപ്പിച്ചത്. ബിക്കോസ് ഐ ഹാവ് മൈ ഓൺ ബിസിനസ്. എനിക്ക് എൻ്റെ സ്വന്തം ബിസിനസ് ഉണ്ടായിരുന്നു ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലർ ഫോർ ടോയ്സ് കാറ്റഗറി. അത് 1 മാസമായിട്ട് പൊളിഞ്ഞു കിടക്കുമായിരുന്നു. ദൈവം എന്ത് ചെയ്തു, ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു വഴികൾ കഴിഞ്ഞ മാസം കാണിച്ചു തന്നു. ലാസ്റ്റ് മന്ത് എനിക്ക് കേരളത്തിലുള്ള DC ബുക്സ് കമ്പനിന്ന് ബയർ ഫ്രം നിബു തോമസ് ത്രൂ ഒരു ബിസിനസ് കിട്ടി. അവർ എനിക്ക് വലിയ ഓർഡേഴ്സ് തരാൻ തുടങ്ങി. ഞാൻ അവർക്ക് വേണ്ടി ആ പർച്ചേസ് ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോൾ അതിനകത്തിന് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുമായിരുന്നു. സോ ഐ വർക്ക് ദാറ്റ് വേ ഫ്രം ലാസ്റ്റ് മന്ത് ടു ടിൽ ഡേറ്റ്. ഐ ആം ഗെറ്റിംഗ് ദ ഓർഡേഴ്സ് കണ്ടിന്യൂസ്ലി ആൻഡ് ദേ told me that they will give me the order continuously for coming month then everywhere. സോ ഞാൻ വിചാരിച്ചു ഇനി കണ്ടിന്യൂസ്ലി ഈ ബിസിനസ് തന്നെ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞ മാസമായിട്ട് ഈ ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുക. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഈ ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി തീർക്കാം. ഇങ്ങനെ ഇരുന്നപ്പോൾ ആ ചെന്നൈ കമ്പനി ഫ്രം കോസ്മോസ് ഓൺലൈൻ കമ്പനിന്ന് ഫോൺ വന്നു. അവർക്കും എൻ്റെ പോലെ ഒരു കൺസൾട്ടൻറ്റ് ജോബ് അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് മന്ത് ഐ എം ഗോയിങ് ടു മീറ്റ് ദം ടു ഫൈനലൈസ് ദ കോൺട്രാക്ട് വിത്ത് ദം. സോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രേ ഫോർ മീ ഫോർ എ ഗുഡ് ബിസിനസ് ആൻഡ് കം ഫ്രം വിത്ത് ഓൾ ദ പ്രോബ്ലംസ് ടു സോൾവ്. അതേപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഇളയ മോൾ ഫ്രം 8 to 9 ഷി പാസ് വിത്ത് എബോ 80%. എൻ്റെ മൂത്ത മോൾ ഇപ്പോൾ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രേ ഫോർ മൈ ഡോട്ടർ ടു ഗെറ്റ് എ ഗുഡ് പെർസെൻറ്റേജ് ഫോർ അവർ എഞ്ചിനീയറിംഗ്. ഇതാണ് എൻ്റെ 3 വിഷയങ്ങൾ. എൻ്റെ വൈഫിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ അസുഖങ്ങളൊക്കെ ഒരുമാതിരി മാറി. തലകറക്കങ്ങളും വേദനകളും ഉണ്ടായിരുന്നത് പൂർണ്ണമായി സൗഖ്യമായി. എൻ്റെ ബിസിനസ് വീണ്ടും സ്റ്റാർട്ടായി. കടബാധ്യത ഉള്ള ആൾക്കാർക്ക് ഈ ഉടമ്പടി എടുത്ത ശേഷം പറഞ്ഞ് എല്ലാവരും സമാധാനം ശാന്തിയായിട്ട് ഇരിക്കുക. ഇപ്പം ആരും ഒന്നും ഒച്ചബഹളം ഇല്ല. ഞാൻ ഡേറ്റും തീയതി കൊടുത്തുകൊണ്ടിരിക്കുക. ബട്ട് ഐ വിഷ് ദാറ്റ് എങ്ങനെയും അവരുടെ പൈസ കൊടുത്ത് തീർക്കാൻ അതിനുള്ള സമയങ്ങൾ മാത്രം ചോദിക്കുന്നുള്ളൂ ദൈവത്തിനോട്. ആ വഴികളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട ദൈവത്തിൻ്റെ കയ്യിൽ. മാതാവിടെ ഹിതം ഉണ്ടെങ്കിൽ അതും ചെയ്തു തരും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ദാറ്റ് ഐ ബിലീവ് മൈ ഗോഡ്, മൈ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് മൈ മദർ മേരി. ദിസ് is my testimony and I pray for everybody. God bless you all and you also pray for me and keep me and my family in your prayers. Thank you very much. Hallelujah. Amen. Praise the Lord. Amen. Hallelujah. Hallelujah. Praise the Lord.